ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ചെറിയച്ഛൻ പറഞ്ഞു. സംഭവിച്ചതൊന്നും ചെറിയച്ഛൻ മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഇപ്പോ പരിഹരിക്കാനോ കിരണിനെ അംഗീകരിക്കാനോ പറ്റില്ല. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? കിരൺ, നീ ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ഈ സമയത്ത് പഴയ കാര്യങ്ങളൊന്നും പറയാനോ കിരണിനെ അംഗീകരിക്കാനോ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല. അപ്പോ ഞങ്ങൾ എന്താ വേണ്ടത്? പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. നിങ്ങളായിട്ടത് ആരോടും പറയരുത്. ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ചെറിയച്ഛന്റെ ആരോഗ്യസ്ഥിതി നോർമൽ ആവുന്നത് വരെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം. അത് കഴിഞ്ഞ് സാവകാശം നമുക്ക് എന്തേലും ചെയ്യാം. അതുവരെ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാക്കുന്നതൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ശരി, ഞങ്ങളായിട്ട് ആരെയും ഒന്നും അറിയിക്കില്ല ചേച്ചി. അതെ, പക്ഷേ അധികം വൈകാതെ ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. കിരണിന് നഷ്ടപ്പെട്ട കുടുംബം തിരിച്ചു കിട്ടണം. ചെറിയച്ഛൻ കിരണിനെ അംഗീകരിക്കുന്ന ഒരു സമയം വരും. അതുവരെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം പ്ലീസ്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. അതെ ചേച്ചി, അതായത് ഇവരെന്തോ എടുത്ത് ഈ 3 പേരും കൂടി ഇത്രയും രഹസ്യം പറയാൻ? എനിക്കെങ്ങനെ അറിയാനാ? എന്റെ ഏട്ടത്തി ഇങ്ങനെ പാവമാവല്ലേ. ഏട്ടത്തിയാണ് മഹിയേട്ടന്റെ ഭാര്യ. ഏട്ടത്തി കഴിഞ്ഞിട്ടുള്ള അധികാരമേ പൂർണിമയ്ക്കും മഹിയേട്ടന്റെ കാര്യത്തിലുള്ളൂ. അത് ഞാൻ പറഞ്ഞോണ്ടായില്ലല്ലോ സഹദേവ. ആശുപത്രി കിടക്കലും മഹിയേട്ടൻ കാണാൻ ആഗ്രഹിച്ചത് ഭാര്യ എന്നെയോ മകനായ പൃഥ്വിയോ അല്ല, പൂർണിമയല്ലേ? അത് ശരിയാണല്ലോ.